നമുക്ക് വളരെ എളുപ്പം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പ്രോഡക്റ്റ് ഉണ്ട്. കേരളത്തിൽ അത്ര കണ്ട് ആളുകൾ അത് ചെയ്യുന്നില്ല. അത് ഭയം കൊണ്ടാണ്. കാരണം ആ പ്രോഡക്റ്റ് ചെയ്താൽ വിജയിക്കുമോ, സക്സസ് ആകുമോ എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് ചെയ്യാത്തത്. പക്ഷെ ആ പ്രോഡക്റ്റിന് വലിയ ഡിമാൻഡാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് ഇവിടെ വന്നിരിക്കുമ്പോൾ, ഈ ബംഗാളികളൊക്കെ ഒരുപാടുള്ളപ്പോൾ, അവർ ഉള്ള ഏരിയയിലെങ്കിലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഒരു ചെറിയ സ്റ്റാൾ ഇട്ട് വിൽക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ 100% വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. ഫുഡ് എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും നോർത്ത് ഇന്ത്യൻ പ്രോഡക്ട്സ് ആണ്. പതിയെ നമ്മളുടെ ഇവിടെ നമ്മൾക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. വലിയ വലിയ കമ്പനികൾ ഉണ്ടാക്കി ചെറിയ ചെറിയ ഗ്രാമം വലിയ വലിയ വിലയ്ക്ക് നമുക്ക് തരുന്നുണ്ട്. ആ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയ കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഇന്നിവിടെ പറയുന്നത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല. അതിനൊരു മെഷീൻ ഉണ്ട്. ആ മെഷീനെ കുറിച്ചാണ് പറയുന്നത്. അതിനനുബന്ധമായിട്ട് കുറച്ച് മെഷീൻ കൂടെ ഉണ്ട്. അതും കൂടെ വന്നാലേ ആ ഒരു ബിസിനസ് കംപ്ലീറ്റ് ആകുകയുള്ളൂ. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നിവിടെ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത് ഒരു സബ്സ്ക്രൈബറാണ്. അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടും എന്ന് കരുതിയാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, ആ പറഞ്ഞ സബ്സ്ക്രൈബർ അദ്ദേഹം കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കണം, കമന്റ് ചെയ്തിരിക്കണം, ഷെയർ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം. അത് ഞങ്ങൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം വീഡിയോ ചെയ്യും. പക്ഷേ അങ്ങനെ ആവശ്യപ്പെടുന്നവർ ഏത് വീഡിയോയിലാണോ ആവശ്യപ്പെടുന്നത് അതെങ്കിലും കുറച്ചു തവണ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിൽ നല്ലൊരു കമന്റ് ഇടണം, അതൊന്ന് ലൈക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും ആവശ്യപ്പെടാം. ഞങ്ങൾ പണമൊന്നും നിങ്ങളുടെ നിന്ന് ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ ചിപ്സ് ആണ്. നിങ്ങൾക്കറിയാം, വലിയ വലിയ കമ്പനികൾ 2-4 ഗ്രാം വെച്ച് അതിനകത്ത് ബാക്കി നൈട്രജനും നിറച്ചിട്ട് 10, 20, 25, 50, 100 രൂപയ്ക്ക് നമ്മളുടെ കുട്ടികളെ ഒരുപാട് കളിപ്പിക്കുന്നുണ്ട്. അതേ സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മെഷീന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ മെഷീൻ ഇവിടെ ഒരു പൊട്ടാറ്റോ കട്ടിംഗ് മെഷീനാണ് നമ്മൾ പറയുന്നത്. ഈ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് അത് ആ ഒരു വലിയ വലിയ കമ്പനികൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ അതേ ഷേപ്പിൽ അതേ സ്റ്റാമ്പിങ്ങിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷവും അതിനു മുമ്പും വേറെ ഒരു 2-3 മെഷീനും കൂടെ ഉണ്ടെങ്കിൽ ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് മുമ്പോട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ സ്ലൈസർ ആണ്. അതായത് ആനുപാതികമായിട്ട് ഒരേ ലെവലിൽ അത് കട്ട് ചെയ്തെടുക്കുന്ന, സ്റ്റാമ്പ് ചെയ്തെടുക്കുന്ന സ്ലൈസർ ആണ് പറയുന്നത്. വീഡിയോ നിങ്ങൾ മുകളിൽ കാണുന്നുണ്ട്. ആ പൊട്ടാറ്റോ ആ മെഷീനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ആ മെഷീനിനുള്ളിൽ തന്നെ വെച്ച് അതേ രീതിയിൽ കട്ട് ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് ഡിസൈൻ ചെയ്താണ് പുറത്തോട്ട് വിടുന്നത്. പിന്നെ നമുക്കത് വേഫറാക്കി എടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതിനു മുമ്പ് ഒരു മെഷീൻ ഉപയോഗിക്കണം. അതായത് പൊട്ടാറ്റോ പീലർ മെഷീനാണ്. ഇതിൽ കാണിക്കുന്നില്ല, ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോയും ചെയ്യാം. ഈ പീലർ മെഷീൻ പൊട്ടാറ്റോയെ ആദ്യം അതിന്റെ തൊലി കളഞ്ഞു തരുന്ന മെഷീനാണ്. ദെൻ നമ്മുടെ സ്ലൈസർ മെഷീൻ വന്നു. അതിനുശേഷം പിന്നെ വരുന്നത് ഡ്രയർ മെഷീൻ വരും. അതായത് ഈ സ്ലൈസ് ചെയ്ത സാധനത്തെ ഉണക്കിയെടുക്കണം. അതായത് പച്ചയ്ക്ക് ഒണ്ടെണ്ണയ്ക്കകത്ത് തൊട്ടിട്ട് കഴിഞ്ഞാൽ അത് വറക്കത്തില്ല. ഉണക്കിയെടുത്തതിന് ശേഷം ഫ്രയർ മെഷീൻ വരും. അതിനകത്താണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത്. ഇനി മിക്സർ മെഷീൻ വരും. അതായത് ഈ വറുത്തെടുത്ത സാധനവും മസാലയും കൂട്ടിയിളക്കുന്ന സംഭവമുണ്ട്, അത് വരും. അതിനുശേഷം നമുക്ക് ഒരു പാക്കിംഗ് മെഷീൻ വേണം. നമുക്ക് സാധാരണ പാക്ക് ചെയ്യാൻ കൈകൊണ്ട് മറ്റേ ചെറിയ പാക്കിംഗ് മെഷീൻ വെച്ച് പാക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ബാങ്ക് സീലറിന്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് വേണമെങ്കിൽ പാക്ക് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി പാക്കിംഗ് മെഷീൻ തന്നെ വാങ്ങിക്കാം. ആ പാക്കിംഗ് മെഷീനിൽ കൃത്യമായിട്ട് അളന്ന് തൂക്കി നിങ്ങളുടെ പാക്കറ്റിൽ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് മാലയാക്കി അത് തരും. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോകളിൽ പറയാം. ഇന്നിവിടെ ഈ സ്ലൈസർ മെഷീനാണ്. അപ്പോൾ ഈ സ്ലൈസർ മെഷീന്റെ വിലയും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഇന്ത്യ മാർട്ടിന്റെ സൈറ്റിലാണ് ഉള്ളത്. പൊട്ടാറ്റോ ചിപ്സ് കട്ടിംഗ് മെഷീൻ എന്നാണ് അതിനിവിടെ പറയുന്ന പേര്. ഒരുപാട് വിലയുടെ മെഷീൻ ഉണ്ട്. പക്ഷെ ഞാൻ ചെറിയ മെഷീൻ മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ട തരത്തിലുള്ള മെഷീൻ മാത്രമേ നോക്കുന്നുള്ളൂ. 24,000 രൂപയുടെ മെഷീൻ ഉണ്ട്, 55,000 രൂപയുടെ മെഷീൻ ഉണ്ട്. നമ്മൾ ഈ കണ്ട മെഷീൻ 76,700 രൂപയുടെ മെഷീൻ ആയിരുന്നു. 1,35,000 മെഷീൻ ഉണ്ട്, 45,000 മെഷീൻ ഉണ്ട്. ഇതിലൊക്കെ പല തരത്തിലുള്ള ഡൈകളുണ്ട്. അതനുസരിച്ച് കട്ട് ചെയ്യുന്ന ഷേപ്പ് മാറി മാറി വരും. 28,900 രൂപയുടെ മെഷീൻ ഉണ്ട്, 18,500 രൂപയുടെ മെഷീൻ ഉണ്ട്, 22,000 രൂപയുടെ മെഷീൻ ഉണ്ട്, 28,000 രൂപയുടെ മെഷീൻ ഉണ്ട്,
20,000 രൂപയുടെ മെഷീനുണ്ട്, 35,000 ഉണ്ട്, 55,000 ഉണ്ട്, 40,000 ഉണ്ട്, 55,000, 32,000, 30,000 ഇങ്ങനെ ഒരുപാട് മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 15,000 രൂപ തൊട്ട് മുകളിലോട്ടുള്ള മെഷീൻ ഇവിടെ അവൈലബിൾ ആണ്. ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് പറ്റുന്ന മെഷീൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിച്ച് ഈ ബിസിനസ് തുടങ്ങാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം മെഷീൻ കൂടെ ഇവിടെ വേണം. പീലർ മെഷീൻ വേണം, അതിനുശേഷം ഡ്രയർ മെഷീൻ വേണം, അതിനുശേഷം ഫ്രയർ മെഷീൻ വേണം, പിന്നെ മിക്സർ മെഷീൻ വേണം. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഇപ്പോഴത്തെ വില വെച്ച് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.